സാറിന് ഈ വലിയും കൂടിയൊന്നും ഇല്ല അല്ലേ? ഇപ്പം ഇല്ല. അപ്പം ഉണ്ടായിരുന്നു. സാറേ വീണ്ടും തുടങ്ങാൻ പറ്റിയ സമയപ്പോൾ 2 എണ്ണ അടിച്ചാൽ ഒന്നും ഓർക്കാണ്ട് കിടന്നുറങ്ങാം. ആ പേടി കൊണ്ടാ പാല കുടിക്കാത്ത. തലക്ക് കുടിക്കുമ്പോൾ പാലം പറഞ്ഞ പോലെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയാലോ ഒന്നും ഓർക്കാതെ. അപ്പോൾ എന്നാ വിളിച്ചിട്ട് ഞാൻ കേൾക്കാതെ പോയാലോ അതവൾക്ക് വിഷമാവൂലേ? ഒരിക്കൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാ. നീ അങ്ങനെ പറ്റിക്കൂടാ. സാറ് വിഷമിക്കണ്ട, ആ കൊച്ചു തിരിച്ചു വരും. നമ്മൾ ഈ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, കാണാതായ ആൾ 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നു, 10 കൊല്ലം കഴിഞ്ഞ് ഇന്ന സ്ഥലത്തുനിന്ന് കണ്ടുകിട്ടി. അതുപോലെ തന്നെ ഇതും, ആ കൊച്ചു വരും. അയ്യോ, സാറേ ഇയാളെ എന്തിനാ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? വെള്ളം അടിച്ചത് ഞാനാണ്, ഈ സാറ് അടിച്ചിട്ടില്ല. അവിടെ വെള്ളം അടിക്കുന്നതും കുളികടി താമസിക്കുന്നതൊക്കെ സ്വന്തം പറമ്പ് മതി. അതെ, അത് പബ്ലിക് പ്ലേസാ, ഒരുത്തിന്റെ കുടുംബസ്വത്തല്ല. ഇനി നിന്നെയൊക്കെ അവിടെ എങ്ങാനും കണ്ടാലുണ്ടല്ലോ. അഷ്റഫേ, അവിടെ ഇരിക്കട്ടെ രണ്ടും, രാവിലെ അങ്ങ് വിട്ടച്ചാൽ മതി. ചില സമയങ്ങളിൽ ഭാഗ്യം ഏതു വഴിക്കാണ് വരുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. നമ്മൾ കൃത്യസമയത്ത് അവിടെ ഉണ്ടായിരുന്നാ മതി. സർവ വണ്ടി എടുക്കടാ. ഇങ്ങനെയുടെ മരുമോനാ സാറേ, ശശാങ്കൻ. പരിചയപ്പെടുത്തൂല, കുറച്ചില്ല. ഹലോ, നേരെ നോക്കി വണ്ടി ഓടിക്കണം. എങ്ങോട്ടായത്? കുറെ നേരമായല്ലോ നേരെ നോക്കുന്നു. ആ CA പറഞ്ഞാലൊരു പോയിന്റ് ഉണ്ട് സാറേ. നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ പിന്നെ ഒരുത്തിനും നമ്മളെ ഇറക്കി വിടില്ല. ഇങ്ങനെയൊന്നും സംഭവിക്കൂല. മോൻ്റെ വീടാ, മൂത്ത മോൻ്റെ ദിലീപിൻ്റെ. ഇതിൻ്റെ പണി തീരുന്നതിന് മുമ്പ് അവനൊരു ആക്സിഡൻറ്റിൽ പോയി. എനിക്കാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനും പറ്റിയില്ല. ഒരുപാട് പേർക്ക് ഇതിലെ കണ്ണുണ്ടായിരുന്നേ, ഞാൻ കൊടുത്തില്ല. ഇത് സാറെടുത്തോ, എന്നിട്ട് സാറിന് ഇഷ്ടമുള്ളൊരു തുക എനിക്ക് തന്നാൽ മതി. ഞാൻ കാരണ സാർ ഇന്നലെ അകത്ത് കിടക്കേണ്ടി വന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു വിഷമമുണ്ട് എനിക്ക്. വിൽക്കാനാ? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? പിന്നെ ആര് തീരുമാനിക്കണം? എൻ്റെ പുരയിടാനത്, എൻ്റെ പേരിലത്. മക്കളോടൊന്നും ചോദിക്കേണ്ടത് നിങ്ങൾക്ക്? എനിക്കൊരു പന്നനോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നീ നിന്റെ കാര്യം നോക്കി പോടാറുണ്ട്. അകത്ത് കയറി നോക്കാം സാർ. മോനെ അനിലേ, അമ്മ കാപ്പി എടുക്കട്ടെ? ഇത് അവസാനത്തെ പോക്ക. ഇനിയും മുറ്റത്ത് ബാലം കാലുകുത്തില്ല, നോക്കിക്കോ. സാർ ആളൊരു പാവാ, എല്ലാരും പറ്റിക്കും സാറിന്. ദിലീപളിന് ആ വീടിന്റെ പണി തുടങ്ങിയത് മുതൽ പ്രശ്നങ്ങളാണ്. എന്ത് ചെയ്താലും ഓരോ തടസ്സങ്ങൾ. അവസാനം ആ വീട്ടിൽ നിന്ന് പോകുന്ന പോക്കിലാണ് അളിയൻ ആക്സിഡന്റ് ആവുന്നത്. ആ ഇതൊക്കെ ഈ നാട്ടുകാർക്കറിയാവേ. അളിയൻ ചത്തു 3ന്റെ അന്ന് തൊട്ട് ഇയാളിത് വിൽക്കാൻ നോക്കുക. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും മേടിക്കുമോ സാറേ? സാറ് വിശ്വസിക്കുമോന്നറിയില്ല. അളിയൻ ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ വീടല്ലേ. ചത്താലും അങ്ങനെ പെട്ടെന്ന് ഭയപറഞ്ഞു പോവോ? ആളെ കണ്ടിട്ടുണ്ട് പലരും. രാത്രിയിൽ ചില തട്ടലും മുട്ടലും ഒക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അയ്യോ സത്യമാ സാറേ, ഉള്ളതാ. അവനെന്തവിടെ? സാറേ, എല്ലാ പേപ്പറും ഉണ്ട് ഇതിലെ. ആ ഇത് ബാലനുള്ളതാ. ഒന്ന് തുറക്ക് ശശാങ്കൻ.
ഇനി നോക്കണ്ടേ ബാല? വേണ്ട, എനിക്ക് സാറിന് വിശ്വാസ. സാറേ പോവുക, കാണാം. കാണുവോ? ഓ, ഇനി എവിടെ കാണാൻ? ബാലം പോവുക സാറേ. ഗുഡ് ബൈ. അല്ലെങ്കിൽ എനിക്ക് ആരാ ഉള്ള ഇവിടെ? ഉള്ളവരൊക്കെ ചത്ത്. മൂത്തൊരുത്തൻ ദുബായി പോയി വന്നു. ബാലനെ പിന്നെ ആർക്കും വേണ്ട, ഭാര്യയ്ക്കും വേണ്ട, മക്കൾക്കും വേണ്ട. ബാലം വെറും പട്ടി. കണക്ക് പറയണ ശരിയല്ല, എന്നാലും പറയണല്ലോ. ആവതുള്ള കാലത്തുണ്ടാക്കിയതൊക്കെ അവളും പിള്ളേരും കൂടിയാ തിന്നത്. എന്നാ ഇത് ഞാൻ അവളെ കൊണ്ട് തീറ്റിക്കൂല. ഇത് ബാലന്റെ റിട്ടയർമെന്റ് ഫണ്ടാ. ആ കുടുംബത്തിൽ നിന്ന് റിട്ടയർ ചെയ്തെന്റെ ഫണ്ട്. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്ന് വെച്ച് ബാലൻ കാശിക്കൊന്നും പോവില്ല. നല്ല അന്തസ്സായിട്ട് ജീവിക്കും. ഉള്ളത് പറഞ്ഞാൽ ലൂക്ക് സാറിനെ പറ്റിച്ചാൽ ചെറിയ വിഷമമുണ്ട്. ലൂക്ക് സാറ് പാവാ, ക്ഷമിച്ചോളൂ.